ഹായ് ഓൾ, ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. മോഡ്യൂൾ 4ൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പോയിന്റിംഗ് വെക്റ്റർ അഥവാ ആൻഡ് പോയിന്റിംഗ് തിയറം. ഓക്കെ, പോയിന്റിംഗ് വെക്റ്ററും പോയിന്റിംഗ് തിയറവും. ഇത് രണ്ട് ടോപ്പിക്ക് മോസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, 4 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഇതുവരെ നിങ്ങൾക്കുള്ളത്. അതിൽ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു പോയിന്റിംഗ് വെക്റ്റർ എന്താന്ന്. പിന്നെ മറ്റൊരു പ്രാവശ്യം 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്. ഓക്കെ, ഒരു പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഇത്. രണ്ടാമത്തെ പ്രാവശ്യം ചോദിച്ചതാണ്, മൂന്നാമത്തെ പ്രാവശ്യം, നാലാമത്തെ പ്രാവശ്യം. ഇതിൽ തന്നെ പോയിന്റിംഗ് വെക്റ്റർ 3 മാർക്കിന് 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതേപോലെ 14 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിലോ ഓക്കെ, ഒരു പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളതായിരുന്നു പോയിന്റിംഗ് തിയറം. 10 മാർക്കിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡിറൈവ് ചെയ്യാൻ. രണ്ടാമത്തെ പ്രാവശ്യം സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ പോയിന്റിംഗ് തിയറം 8 മാർക്കിനാണ് ചോദിച്ചത്. അപ്പോൾ ഇതിന്റെ ഡെറിവേഷൻസ് ചെയ്യണം. മൂന്നാമത്തെ പ്രാവശ്യവും പോയിന്റിംഗ് തിയറം സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് പോയിന്റിംഗ് തിയറം. ഓക്കെ, പോയിന്റിംഗ് തിയറം വീണ്ടും ചോദിച്ചിട്ടുണ്ട്. നാലാമത്തെ പ്രാവശ്യവും പോയിന്റിംഗ് തിയറം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 4 ക്വസ്റ്റ്യൻ പേപ്പറിലും ഏതുണ്ട്? പോയിന്റിംഗ് തിയറം. അപ്പോൾ പോയിന്റിംഗ് തിയറം എന്നുള്ളത് എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ പോയിന്റിംഗ് വെക്റ്റർ ആൻഡ് പോയിന്റിംഗ് തിയറം. അപ്പോൾ ദ പോയിന്റിംഗ് വെക്റ്റർ പറയുന്നത് എന്താ വെച്ചാൽ എനർജി ക്യാൻ ബി ട്രാൻസ്പോർട്ട് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ്. അതായത് ഒരു ട്രാൻസ്മിറ്ററിന് റിസീവർക്ക് എന്താ ചെയ്യാം? നമുക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്യാം ബൈ മീൻസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പ്രകാരം. ദ റേറ്റ് ഓഫ് എനർജി ട്രാൻസ്പോർട്ടേഷൻ. ഓക്കെ, ദ റേറ്റ് ഓഫ് എനർജി ട്രാൻസ്പോർട്ടേഷൻ അതിനെയാണ് എന്ത് പറയാറ്? പവർ എന്ന് പറയാറ്. റേറ്റ് ഓഫ് എനർജിയാണ് പവർ എന്ന് പറയാറ്. ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഫ്രം മാക്സ്വെൽ ഇക്വേഷൻസ്. മാക്സ്വെൽ ഇക്വേഷൻസിനാണ് എന്ത് ചെയ്യുക? നമ്മളിത് ഡിറൈവ് ചെയ്യാം. ഓക്കെ, അപ്പൊ മാക്സ്വെല്ലിന്റെ രണ്ടാമത്തെയും നാലാമത്തെയും ഇക്വേഷൻസ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ വേവ് ഇക്വേഷൻസ് നമ്മൾ ഡിറൈവ് ചെയ്തപ്പോഴും ഈ രണ്ട് ഇക്വേഷൻസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഡെൽ ക്രോസ് ഇ is equal to മൈനസ് ഡോ ബി ബൈ ഡോ ടി, ഡെൽ ക്രോസ് എച്ച് is equal to ജെ പ്ലസ് ഡോ ഡി ബൈ ഡോ ടി എന്നുള്ളത്. ഇതിൽ ബി എന്നുള്ളതിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? മ്യൂ എച്ച് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. മ്യൂ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പുറത്തോട്ട് എടുത്തു. അപ്പൊ ഡോ എച്ച് ബൈ ഡോ ടി കിട്ടി. ഇതിനെയാണ് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ആക്കി എടുത്തത്. ഓക്കെ, നെക്സ്റ്റ് ഡെൽ ക്രോസ് ഈസ് ഈക്വൽ ടു ജെ പ്ലസ് ഡോ ഡി ബൈ ഡോ ടി എന്നായിരുന്നു. ഓക്കെ, അപ്പൊ ജെ എന്നുള്ളതാണ് എന്ത്? കണ്ടക്ഷൻ കറന്റ് ഡെൻസിറ്റി. അതിന് നമുക്ക് എന്തൊക്കെയായിട്ട് എഴുതാം? സിഗ്മ ഇ എന്നാക്കിയിട്ട് റിപ്രസെന്റ് ചെയ്യാം. ഡോ ഡി ബൈ ഡോ ടി ഇതായിരുന്നു ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ഡെൻസിറ്റി. ഓക്കെ, ഡി എന്ന് വെച്ചാൽ എപ്സിലോൺ ഇ. അങ്ങനെ നമുക്ക് എന്താ ചെയ്യാം? എപ്സിലോൺ ഡോ ഇ ബൈ ഡോ ടി എന്നാക്കിയിട്ടും റിപ്രസെന്റ് ചെയ്യാം. അത് ഞാൻ എന്ത് ചെയ്തു? ഇക്വേഷൻ 2 എന്നാക്കിയിട്ട് എടുത്തു. നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ടേക്ക് ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് ഇക്വേഷൻ 2 വിത്ത് ഇ. ഓക്കെ, ഈ ഇക്വേഷൻ 2നെ വിത്ത് റെസ്പെക്ട് ടു ഇ ആയിട്ട് എന്ത് ചെയ്യാണ്? ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യാണ്. ഓക്കെ, ഇ ആയിട്ട് എന്ത് ചെയ്യാണ്? ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യാണ്. അപ്പൊ ഇവിടെ എന്ത് വരും? ഇ ഡോട്ട് ഡെൽ ക്രോസ് എച്ച് എന്ന് കിട്ടും. ഓക്കെ, ഇ ഡോട്ട് ഡെൽ ക്രോസ് എച്ച്, ഇ ഡോട്ട് സിഗ്മ ഇ പ്ലസ് ഇ ഡോട്ട് എപ്സിലോൺ ഡോ ഇ ബൈ ഡോ ടി. ഓക്കെ, അപ്പൊ ഇതിനെ അകത്തോട്ട് എടുക്കുമ്പോൾ ഇ ഡോട്ട് ഇ എന്ന് വെച്ചാൽ എന്ത് വരും? ഇ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇ സ്ക്വയർ എന്ന് വരും. ഇവിടെ നിന്നുണ്ട് ഇ ഡോട്ട് ഡോ ഇ ബൈ ഡോ ടി എന്നുള്ള ഒരു ടേം ഉണ്ട്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു റിലേഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇ ഡോട്ട് എപ്സിലോൺ ഡോ ഇ ബൈ ഡോ ടി എന്ന് കിട്ടി. ഇത് ഞാൻ ഇക്വേഷൻ 3 എന്നാക്കിയിട്ട് റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, ഇനി ഒരു വെക്റ്റർ ഐഡന്റിറ്റി ഉപയോഗിക്കണം. ഓക്കെ, ഒരു വെക്റ്റർ ഐഡന്റിറ്റി ഉപയോഗിക്കണം. ഇത് സൈഡിൽ എഴുതിക്കുക, ഡെൽ ഡോട്ട് എ ക്രോസ് ബി. ഓക്കെ, ഡെൽ ഡോട്ട് എ ക്രോസ് ബി എന്ന് വെച്ചാൽ എന്താ? ബി ഡോട്ട് ഡെൽ ക്രോസ് എ മൈനസ് എ ഡോട്ട് ഡെൽ ക്രോസ് ബി എന്ന്. ഓക്കെ, അപ്പൊ ഈ വെക്റ്റർ ഐഡന്റിറ്റി എന്ത് ചെയ്യുക? ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഇതിൽ എക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്? എച്ച് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇക്ക് എന്ത്? ബിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്? ഇ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഡെൽ ക്രോസ് എച്ച് ക്രോസ് ഇ എന്നായി. ഓക്കെ, ബിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്? ഇ. അപ്പൊ ഇ ഡോട്ട് ഡെൽ ക്രോസ് എച്ച് മൈനസ് എച്ച് ഡോട്ട് ഡെൽ ക്രോസ് ഇ എന്നായിട്ട് മാറി. ഇനി ഇതിന്റെ എൽ എച്ച് എസിൽ എന്തുണ്ട്? ഇ ഡോട്ട് ഡെൽ ക്രോസ് എച്ച് എന്നുള്ള ടേം ഉണ്ട്. ഇവിടെ എന്തുണ്ട്? ഇ ഡോട്ട് ഡെൽ ക്രോസ് എച്ച് എന്നുള്ള ഒരു ടേം ഉണ്ട്. അപ്പൊ ഈ ടേമിനെ നമ്മൾ എന്ത് ചെയ്യണം? റീപ്ലേസ് ചെയ്യണം. അപ്പൊ ഇവിടുന്ന് എന്ത് കിട്ടും? ഇ ഡോട്ട് ഡെൽ ക്രോസ് എച്ച് എന്നുള്ള ടേം എന്തായിരിക്കും കിട്ടുക? ഡെൽ ക്രോസ് എച്ച് ക്രോസ് ഇ പ്ലസ് എച്ച് ഡോട്ട് ഡെൽ ക്രോസ് ഇ എന്നുള്ള ടേം ആയിരിക്കും കിട്ടുക. ആണല്ലോ. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ടേമിന് പകരം, അതായത് ഇക്വേഷൻ 3ൽ എന്ത് ചെയ്യാണ്? ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്.
സബ് ഇൻ ഇക്വേഷൻ 3. ഇക്വേഷൻ 3ൽ എന്ത് ചെയ്യാണ്, ആ ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇ ഡോട്ട് ഡെൽ ക്രോസ് എച്ച് പകരം എന്ത് ചെയ്തു, ഈ ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ സിഗ്മ ഇ സ്ക്വയർ പ്ലസ് ഇ ഡോട്ട് എപ്സിലോൺ ഡോ ഇ ബൈ ഡോട്ട് എന്ന് കിട്ടി. ഓക്കെ, ഇനി ഇവിടെ ഈ ഡോട്ട് ഡോ ഇ ബൈ ഡോട്ട് ഉണ്ടല്ലോ. ഓക്കെ, ഈ ഒരു ഐഡന്റിറ്റി ഓർത്തിരിക്കുക. ഈ ഡോട്ട് ഡോ ഇ ബൈ ഡോട്ട് എന്ന് വെച്ചാൽ എന്താണ്, 1/2 ഡോ ഇ സ്ക്വയർ ബൈ ഡോട്ട് ആണ്. ഇ സ്ക്വയറിനെ ടി ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോ ഇവിടെ എന്തുണ്ട്, എപ്സിലോൺ എന്നുള്ള ഒരു ടേമും കൂടി ഉണ്ട്. ആ എപ്സിലോണിനെ നമ്മൾ പുറത്തോട്ട് എടുക്കുകയാണെങ്കിൽ എന്ത് വരും, സിഗ്മ ഇ സ്ക്വയർ ഹാഫ് എപ്സിലോൺ ഡോ ഇ സ്ക്വയർ ബൈ ഡോട്ട് എന്നുള്ള ടേം കിട്ടും. ഓക്കെ, ഇതിനെന്താക്കി എടുക്കും, ഇക്വേഷൻ 4 ആക്കിയിട്ട് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, ഇതിനെന്താ ചെയ്യും, ഇക്വേഷൻ 4 ആക്കിയിട്ട് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, അപ്പോ ഡെൽ ഡോട്ട് എച്ച് ക്രോസ് ഇ പ്ലസ് എച്ച് ഡോട്ട് ഡെൽ ക്രോസ് ഇ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി, സിഗ്മ ഇ സ്ക്വയർ പ്ലസ് ഹാഫ് എപ്സിലോൺ ഡോ ഇ സ്ക്വയർ ബൈ ഡോട്ട് എന്നുള്ള ടേം കിട്ടി. ഓക്കെ, ഇക്വേഷൻ എന്ത് ചെയ്തു, ഇവിടെ സ്റ്റോപ്പ് ആയി. നെക്സ്റ്റ് നമ്മൾ വീണ്ടും നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനിലോട്ട് പോവുകയാണ്. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷനിലോട്ട് പോകണം. അപ്പോൾ ഈ ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു ഇ എച്ച് ചെയ്തു. നെക്സ്റ്റ് എന്താ ചെയ്യണം പോകുന്നത് എന്ന് വെച്ചാൽ ഇക്വേഷൻ 1നെ വിത്ത് റെസ്പെക്ട് ടു ആർ എച്ച് ചെയ്യും, എച്ച് എച്ച് ചെയ്യാണ്. ഓക്കെ, അതാണ് എന്ത് നെക്സ്റ്റ് സ്റ്റെപ്പ്. ടേക്ക് ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് ഇക്വേഷൻ 1 വിത്ത് എച്ച്. അപ്പൊ എച്ച് ഡോട്ട് ഡെൽ ക്രോസ് ഇ എന്ന് വെച്ചാൽ എന്ത് വരും, എച്ച് ഡോട്ട് മൈനസ് മ്യൂ ഡോ എച്ച് ബൈ ഡോട്ട്. ഓക്കെ, അപ്പൊ ഇവിടെയും എന്തുണ്ട്, ഒരു എച്ച് ഡോട്ട് ഡോ എച്ച് ബൈ ഡോട്ട് എന്നുള്ള ഒരു ടേം ഉണ്ട്. നമ്മളിപ്പോ ഇവിടെ ഇക്ക് പകരം എന്താക്കി പോയാൽ മതി, എച്ച് ആക്കിയാൽ മതി. അതായത് എച്ച് ഡോട്ട് ഡോ എച്ച് ബൈ ഡോട്ട് എന്ന് വെച്ചാൽ എന്ത് വരും, ഹാഫ് ഡോ എച്ച് സ്ക്വയർ ബൈ ഡോട്ട് എന്നുള്ള ആയിട്ട് കിട്ടും. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. എച്ച് ഡോട്ട് ഡോ എച്ച് ബൈ ഡോട്ട് ഹാഫ് ഡോ എച്ച് സ്ക്വയർ ബൈ ഡോട്ട് എന്നാക്കിയിട്ട് എഴുതി. ഈ മ്യൂ എന്ത് ചെയ്തു, അത് അതേപോലെ തന്നെ മാറ്റി. ഓക്കെ, അപ്പൊ ഇതെന്താണ്, എച്ച് ഡോട്ട് ഡെൽ ക്രോസ് എന്നുള്ള ടേമാണ്. ഇനി നമ്മൾ ഇക്വേഷൻ 4 ഒന്ന് നോക്കുക. ഇക്വേഷൻ 4ൽ എന്തുണ്ട്, എച്ച് ഡോട്ട് ഡെൽ ക്രോസ് ഇ എന്ന് പറഞ്ഞ ഒരു ടേം ഉണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയ ഇക്വേഷൻ 5. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ 4ൽ എന്ത് ചെയ്യാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻ 5 എന്ത് ചെയ്യാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തുണ്ടാവും, ഡെൽ ഡോട്ട് എച്ച് ക്രോസ് ഇ, ഈ ടേമിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, ഇക്വേഷൻ 5 മൈനസ് ഹാഫ് മ്യൂ ഡോ എച്ച് സ്ക്വയർ ബൈ ഡോട്ട്. പിന്നെ ഈ ടേമുകൾ അത് അതേപോലെ തന്നെ സിഗ്മ ഇ സ്ക്വയർ പ്ലസ് ഹാഫ് എപ്സിലോൺ ഡോ ഇ സ്ക്വയർ ബൈ ഡോട്ട് എന്നുള്ള ടേം അത് അതേപോലെ തന്നെ ഉണ്ടാകും. ഓക്കെ, അതായത് ആ തൊട്ട് മുമ്പ് എച്ച് ഡോട്ട് ഡെൽ ക്രോസ് ഇക്ക് എന്ത് ചെയ്തു, ഈ വാല്യൂ ഇക്വേഷൻ 5 എന്ത് ചെയ്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, പിന്നെ ഇതില് ഈ മൈനസ് ഉണ്ടല്ലോ, ഈ ടേമിനെ എന്ത് ചെയ്യാണ്, ഈ സൈഡിലോട്ട് എടുക്കാണ്. അപ്പൊ മൈനസ് എന്തായി പോകും, പ്ലസ് ആയി പോകും. ഓക്കെ, അതിനു മുമ്പ് ഞാൻ ഇവിടെ എന്ത് ചെയ്തു, എച്ച് ക്രോസ് ഇക്ക് പകരം ഇ ക്രോസ് എച്ച് ആക്കാണ്. ഓക്കെ, എച്ച് ക്രോസ് ഇക്ക് പകരം ഇ ക്രോസ് എച്ച് ആക്കാണ്. അപ്പൊ എന്തും കൂടി വരും, ഒരു മൈനസും കൂടി വരും. അപ്പൊ ഡെൽ ഡോട്ട് ഇ ക്രോസ് എച്ച് എന്നാക്കിയിട്ട് എഴുതി. ഓക്കെ, മൈനസ് ഡെൽ ഡോട്ട് ഇ ക്രോസ് എച്ച് എന്നാക്കിയിട്ട് എഴുതി. ആ ടൈം അതേപോലെ തന്നെ നിർത്തി. സിഗ്മ ഇ സ്ക്വയർ ഹാഫ് എപ്സിലോൺ ഡോ ഇ സ്ക്വയർ ബൈ ഡോട്ട് എന്നായിട്ട് മാറി. ഓക്കെ, ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യാണ്. ഓക്കെ, ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യാണ്. ഈ ഇതെന്ത് ചെയ്യാണ്, ഈ മൈനസിന് പ്ലസ് ആക്കുകയാണ്. അപ്പൊ ഈ ടേമിന് അങ്ങോട്ട് കൊണ്ടുപോയി, ഓക്കെ അല്ല സോറി, ഇതിനെ പ്ലസ് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഇതിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോയി ഈ ടേമുകൾ ഇങ്ങോട്ട് വന്നു. അപ്പൊ ഫുൾ എന്തായിട്ട് വരും, നമുക്ക് നെഗറ്റീവ് ആയിട്ട് കിട്ടും. ഓക്കെ, നെഗറ്റീവ് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത്, ഡെൽ ഡോട്ട് ഇ ക്രോസ് എച്ച് is equal to minus half mu dou h square by dot t minus half epsilon dou e square by dot t minus sigma e square. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്യാണ്, അപ്പോൾ ഇതൊരു ഇതാണ്. അപ്പൊ അതിന്റെ വോളിയം ഇന്റഗ്രേഷൻ എടുക്കാണ്. രണ്ട് സൈഡിലും എന്ത് ചെയ്യാണ്, വോളിയം ഇന്റഗ്രേഷൻ എടുക്കാണ്. അപ്പൊ ഡെൽ ഡോട്ട് ഇ ക്രോസ് എച്ച് ഡി വി ഈക്വൽ ടു മൈനസ് ഡോ ബൈ ഡോട്ട് ടി. അതായത് ഇതിൽ രണ്ടിലും ഒരു ഡോ ബൈ ഡോട്ട് ടി കോൺസ്റ്റന്റ് ആയിട്ടുണ്ടല്ലോ, ഒരു ഡോ ബൈ ഡോട്ട് ടി ഉണ്ടല്ലോ. ഓക്കെ, ഇതിലെന്തുണ്ട്, ഒരു ഡോ ബൈ ഡോട്ട് ടി ഉണ്ട്. ഓക്കെ, ആ ഡോ ബൈ ഡോട്ട് ടി ഞാൻ എന്ത് ചെയ്യും, പുറത്തോട്ട് എടുത്തു. ഇന്റഗ്രൽ ഇവിടെ ബാക്കി എന്തുണ്ടാവുക, ഹാഫ് മ്യൂ എച്ച് സ്ക്വയർ ഉണ്ടാവും, ഹാഫ് മ്യൂ എച്ച് സ്ക്വയർ. ഇവിടെ എന്തുണ്ടാകും, ഒരു ഹാഫ് എപ്സിലോൺ ഇ സ്ക്വയർ, ഹാഫ് എപ്സിലോൺ ഇ സ്ക്വയർ ഡി ബി ഈ മൈനസ് സിഗ്മ ഇ സ്ക്വയർ. അതിന് വിത്ത് റെസ്പെക്ട് വോളിയറ്റ് എന്ത് ചെയ്തു, ഇന്റഗ്രേറ്റ് ചെയ്തു.
ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ടേം നമുക്ക് കിട്ടി. ഇതില് ഇപ്പൊ തൊട്ട് മുമ്പ് കിട്ടിയ ഇക്വേഷൻ തന്നെയാണ് ഇത്. ഇതിൽ എന്ത് ചെയ്യാണ്, ഡൈവർജൻസ് തിയറം അപ്ലൈ ആണ്. ഡൈവർജൻസ് തിയറം എന്ന് വെച്ചാൽ എന്ത് ചെയ്യുന്നു, ഡബിൾ ഇന്റഗ്രലിനെ ട്രിപ്പിൾ ഇന്റഗ്രൽ ആക്കുന്നതാണ് എന്ത്, ഡൈവർജൻസ് തിയറം. ഓക്കെ, നമുക്ക് തിരിച്ചും പറ്റും, ട്രിപ്പിൾ ഇന്റഗ്രലിനെ ഡബിൾ ഇന്റഗ്രൽ ആക്കാം. ഇവിടുത്തെ ഈ ട്രിപ്പിൾ ഇന്റഗ്രലിനെ ഞാൻ എന്ത് ചെയ്യാണ്, ഡബിൾ ഇന്റഗ്രൽ ആക്കുകയാണ്. ഓക്കെ, ഡബിൾ ഇന്റഗ്രൽ ആക്കാണ്. അപ്പൊ എന്ത് വരും, നമ്മൾ സാധാരണ പറയാറ് ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി എസ് ഉണ്ടെങ്കിൽ അതിനെ ട്രിപ്പിൾ ഇന്റഗ്രൽ ആക്കിയിട്ട് ഡെൽ ഡോട്ട് എഫ് എന്നാക്കിയിട്ട് റെപ്രസെന്റ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ എഫിന് പകരം ഇവിടെ എന്താ ഉള്ളത്, ഇ ക്രോസ് എച്ച് എന്നുള്ളതാണ്. ഇ ക്രോസ് എച്ച് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്താ കിട്ടുക, ഇ ക്രോസ് എച്ച് ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു ഈ ടേം അത് അതേപോലെ തന്നെ ഞാൻ എഴുതി. ഓക്കെ, ഇതില് ഈ ടേം റെപ്രസെന്റ് ചെയ്യുന്നത്, ഈ ടേം റെപ്രസെന്റ് ചെയ്യുന്ന ടോട്ടൽ പവർ ലീവിങ് ദ വോളിയം. ഓക്കെ, ഒരു വോളിയം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എത്രത്തോളം പവർ ലീവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഇക്വേഷൻ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഇക്വേഷൻ റെപ്രസെന്റ് ചെയ്യുന്നത്, ഈ ഇക്വേഷൻ റെപ്രസെന്റ് ചെയ്യണമെന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ഡിക്രീസിങ് എനർജി സ്റ്റോർഡ് ഇൻ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, റേറ്റ് ഓഫ് ആണ് ഡോ ബൈ ഡോട്ട് എന്നുള്ളത്. ഓക്കെ, ഡിക്രീസ് കാണിക്കാനാണ് എന്ത് ഈ നെഗറ്റീവ് ഉള്ളത്. എനർജി സ്റ്റോർഡ് ഇൻ ഇലക്ട്രിക് ഫീൽഡ് ആണ് ഇത് ഹാഫ് എപ്സിലോൺ ഇ സ്ക്വയർ എന്നുള്ളത്. എനർജി സ്റ്റോർഡ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ആണ് എന്ത്, ഹാഫ് മ്യൂ എച്ച് സ്ക്വയർ എന്നുള്ളത്. ഓക്കെ, ആ ഇക്വേഷൻ കൂടി ഓർത്തിരിക്കുക. എനർജി ഇൻ ഇലക്ട്രിക് ഫീൽഡ് ആണ് ഹാഫ് എപ്സിലോൺ സ്ക്വയർ, എനർജി ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഹാഫ് മ്യൂ എച്ച് സ്ക്വയർ എന്നുള്ളത്. ഓക്കെ, പിന്നെ ഇതെന്താണ്, ഓമിക് ലോസ് ആണ്. ഓക്കെ, നമ്മൾ സാധാരണ പറയാറുള്ള ഐ സ്ക്വയർ ആർ ലോസ് ഉണ്ടല്ലോ, അതിന് പ്രശ്നം ചെയ്യുന്നത് ഓമിക് പവർ ഡിസിപ്പേറ്റഡ് ആണ് ഈ സിഗ്മ ഇന്റഗ്രൽ സിഗ്മ ഇ സ്ക്വയർ എന്നുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോ ഇതാണ് എന്ത്, ഈ ഇക്വേഷൻ, ഇതിനെയാണ് ഇക്വേഷൻ എ എന്നാക്കിയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇക്വേഷൻ എനെയാണ് എന്ത് നമ്മൾ പറയാറ്, പോയിന്റിംഗ് തിയറം എന്ന് പറയാറ്. ഓക്കെ, അപ്പോൾ പോയിന്റിംഗ് തിയറം എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇത്രയും ടൈപ്പിന് ഡെറിവേഷൻ ചെയ്യണം. പിന്നെ ഓരോ ടേമും എന്താണ് റെപ്രസെന്റ് ചെയ്യണതും കൂടി ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ ഇതാണ് എന്ത്, ടോട്ടൽ പവർ, ഇത് റേറ്റ് ഓഫ് ഡിക്രീസിങ് എനർജി സ്റ്റോർഡ് ഇൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്, ഇത് ഓമിക് പവർ ലോസ്. ഓക്കെ, അപ്പൊ ഇതിൽ ഇക്വേഷൻ എനെയാണ് പോയിന്റിംഗ് തിയറം എന്ന് പറയാറ്. The various terms in the equation are identified using energy conservation arguments for EM field. The first term on the right side of equation A is interpreted as the rate of decreasing energy stored in the electric and magnetic field. The second term is the power dissipated because the medium is conductive. Okay, ഇതാണ് ആ രണ്ട് ടേമുകളാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഓമിക് പവറും പിന്നെ എനർജി സ്റ്റോർഡ് ഇൻ ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ്. The quantity E cross H on the left side of equation A is known as pointing vector P. Okay, അപ്പൊ ഇവിടെ E cross H എന്ന് പറഞ്ഞില്ലേ, അതാണ് എന്ത്, പോയിന്റിംഗ് വെക്ടർ. ഓക്കെ, പോയിന്റിംഗ് വെക്ടർ എന്ന് പറയാറ്. ഓക്കെ, മെഷർഡ് ഇൻ വാട്ട്സ് പെർ സ്ക്വയർ മീറ്റർ, വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ, അതാണ് എന്ത് ഇതിന്റെ യൂണിറ്റ്. അപ്പോ പി പോയിന്റിംഗ് വെക്ടർ എന്ന് വെച്ചാൽ എന്താണ്, പി ഇസ് ഇക്വൽ ടു ഇ ക്രോസ് എച്ച് ആണ്. അതിന്റെ യൂണിറ്റ് ആണ് എന്ത്, വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, represent the instantaneous power density vector. Okay, watt per meter square ആണല്ലോ യൂണിറ്റ് ഇപ്പോൾ പറഞ്ഞത്, അതായത് വാട്ട് പെർ വാട്ട് ഡെൻസിറ്റി, അതായത് പവർ ഡെൻസിറ്റി എന്നും കൂടി നമ്മൾ എന്ത് ഈ പോയിന്റിംഗ് വെക്ടറിനെ പറയാറുണ്ട്. അസോസിയേറ്റഡ് വിത്ത് ദ ഇലക്ട്രിക് EM wave field at a given point. The integration of pointing vector over any closed surface gives the net power flowing out of the surface. Okay, അപ്പോൾ പോയിന്റിംഗ് വെക്ടറിനെ ഇന്റഗ്രേഷൻ ചെയ്താലാണ്, ഓക്കെ, പോയിന്റിംഗ് വെക്ടറിനെ ഇന്റഗ്രേഷൻ ചെയ്താലാണ് എന്ത് കിട്ടുക, നമുക്ക് നെറ്റ് പവർ ഫ്ലോ എത്രത്തോളം ഉണ്ടെന്ന് കിട്ടുക. ഓക്കെ, പോയിന്റിംഗ് തിയറം that the net power flowing out of a given volume V is equal to the time rate of decrease in the energy stored within V minus the ohmic loss. Okay, ആ energy stored minus ohmic loss. It should be noted that P is normal to both E and H, is therefore along the direction of wave propagation, AK for uniform plane wave. Okay, so P എന്നുള്ളതും E എന്നുള്ളതും H എന്നുള്ളതും എന്താണ്, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെന്നാണ് പറയുന്നത്. P is normal to both E and H. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇക്കും എച്ചും നോർമൽ പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിന്റെ ഡയറക്ഷനും എന്തേക്കാരം, ഡയറക്ഷൻ ഓഫ് വേവും എന്തേക്കാരം, അതിന് ഇതേക്കാരം വരിക,
മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിക്കാരം. ഓക്കെ, ഇപ്പൊ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷനും പോയിന്റും വെക്ടറും എന്തായിക്കാരം സെയിം ഡയറക്ഷൻ ആയിക്കാരം. ഓക്കെ, ഇവര് തമ്മിൽ എന്തായിക്കാരം സെയിം ഡയറക്ഷൻ ആയിക്കാരം. ഓക്കെ, എയും എച്ചും പോയിന്റിംഗ് വെക്ടറും എന്താണ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. അതേപോലെ തന്നെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷനും ഇയും എച്ചും എന്താണ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ പോയിന്റിംഗ് വെക്ടറിന്റെയും വേവ് പ്രൊപ്പഗേഷന്റെ ഡയറക്ഷനും എന്തായിക്കാരം സെയിം തന്നെ ആയിക്കാരം. ഓക്കെ, അപ്പൊ ഇതാണ് പോയിന്റിംഗ് തിയറവും അതേപോലെ പോയിന്റിംഗ് വെക്ടറും. ഇനി നെക്സ്റ്റ് ഞാൻ നമുക്ക് ചോദിച്ചിരുന്ന കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. എ പ്ലെയിൻ വേവ് ഇൻ നോൺ മാഗ്നറ്റിക് മീഡിയം. ഓക്കെ, മാഗ്നറ്റ് അല്ല, നോൺ മാഗ്നറ്റിക് മീഡിയം ആണ്. അപ്പൊ അവിടെ ഒന്നും ഉണ്ടാവില്ല, മാഗ്നറ്റിക്കിന്റെ ഒന്നും ഉണ്ടാവില്ല. അതായത് മ്യൂ എന്നുള്ള വാല്യൂ എന്തൊക്കെയാണ് വരും, അവിടെ മ്യൂ ആർ എന്നുള്ളത് 1 ആക്കിയിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഇ ഈസ് ഈക്വൽ ടു 50 sin 10⁸ t plus 2z ay volt per meter. Find the direction of wave propagation, wavelength, frequency, relative permittivity, h. ഇതെല്ലാം കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്റെ ഈ ഒരു ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ജനറൽ ഇക്വേഷൻ നമ്മൾ എങ്ങനെ എഴുതാറ്, E is equal to E0 sin omega t plus beta z ay, അല്ലെങ്കിൽ ഏതാണോ ഡയറക്ഷൻ. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം, ഒമേഗന്റെ വാല്യൂ എന്ത് കിട്ടും 10⁸ എന്ന് കിട്ടും. ബീറ്റന്റെ വാല്യൂ എന്ത് കിട്ടും 2 എന്നുള്ളത് കിട്ടും. E0ന്റെ വാല്യൂ 50 എന്നുള്ളത് കിട്ടും. അത് നമ്മൾ എന്ത് ചെയ്യാം, ആദ്യം എഴുതി വെക്കാം. ഇനി ഇന്റെ ഡയറക്ഷൻ നോക്കുക. ഇന്റെ ഡയറക്ഷൻ ഏതാണ്, AY എന്നുള്ളതാണ്. അതായത് പോസിറ്റീവ് Y ഡയറക്ഷനിലാണ് എന്തിന്റെ ഡയറക്ഷൻ ഉള്ളത്, ഇന്റെ ഡയറക്ഷൻ ഉള്ളത്. പക്ഷെ നമ്മളോട് ഇവിടെ ചോദിച്ചത് എന്താണ്, ഡയറക്ഷൻ ഓഫ് വേവ് പ്രൊപ്പഗേഷൻ ആണ്, വേവിന്റെ ഡയറക്ഷൻ ആണ് ചോദിച്ചത്. അപ്പൊ വേവിന്റെ ഡയറക്ഷന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായിക്കാരം വരിക, ഈ ഒമേഗ ടി പ്ലസ് ബീറ്റ z ഇത് നോക്കിയിട്ടാണ് എന്ത് ചെയ്യാറ്, വേവ് പ്രൊപ്പഗേഷന്റെ ഡയറക്ഷൻ നോക്കാറ്. അപ്പൊ Z ഡയറക്ഷനിൽ, Z ആക്സിസിന്റെ ഡയറക്ഷനിലേക്കാരം ആരുണ്ടാവുക, വേവ് ഉണ്ടാവുക. ഓക്കെ, ഇവിടെ പ്ലസ് ആയതുകൊണ്ട് എന്ത് ഡയറക്ഷനിലേക്കാരം, മൈനസ് Z ഡയറക്ഷനിലേക്കാരം വേവ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഡയറക്ഷൻ ഓഫ് വേവ് പ്രൊപ്പഗേഷൻ എന്നുള്ളത് എന്തായിക്കാരം വരിക, മൈനസ് AZ ഡയറക്ഷനിലേക്കാരം വരിക. ഓക്കെ, മൈനസ് AZ ഡയറക്ഷൻ. നെക്സ്റ്റ് ചോദിച്ചത് എന്താണ്, വേവ് ലെങ്ത് ആണ്. വേവ് ലെങ്ത് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ലാംഡ എന്നാണ്. ഇപ്പൊ ലാംഡ എന്ന് വെച്ചാൽ എന്താണ്, 2π/β എന്നാണ് ഇക്വേഷൻ. ഓക്കെ, 2π/β എന്നുള്ള ഇക്വേഷൻ. അപ്പൊ 2π ഡിവൈഡ് ബൈ ബീറ്റ ആണ് എന്ത്, ഈ ടേമില് ബീറ്റ z. അപ്പൊ ബീറ്റന്റെ വാല്യൂ എന്ത് കിട്ടും, 2 എന്ന് കിട്ടും. 2π/2 π 3.1 radian/second. ഓക്കെ, മൂന്നാമത് ഫ്രീക്വൻസി ചോദിച്ചു. ഓക്കെ, അപ്പൊ ഒമേഗ ഈസ് ഈക്വൽ ടു എന്താണ് വരിക, 2πf എന്നാണ് വരിക. ഓക്കെ, ഒമേഗ ഈസ് ഈക്വൽ ടു 2πf ആണ്. അപ്പൊ ഒമേഗ എന്നുള്ളത് 10⁸ എന്നാണ്. അപ്പൊ ഫ്രീക്വൻസി കാണാൻ 10⁸ ഡിവൈഡ് ബൈ 2π ചെയ്താൽ എന്ത് കിട്ടും, ഒമേഗന്റെ വാല്യൂ കിട്ടും. ഓക്കെ, പിന്നെ ചോദിച്ചത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഓക്കെ, റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം. പെർമിയബിലിറ്റി അല്ല, പെർമിറ്റിവിറ്റി ആണ് ചോദിച്ചത്. μr ആണ് ചോദിച്ചത്. ഓക്കെ, അപ്പോ യു എന്നുള്ളതിന്റെ ഫേസ് വെലോസിറ്റി യു എന്നുള്ളതിന്റെ ഒരു ഇക്വേഷൻ ആണ് സി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് μr ഇൻറ്റു എപ്സിലോൺ ആർ. ഓക്കെ, μr ഇൻറ്റു എപ്സിലോൺ ആർ. അതേപോലെ യുവിന്റെ മറ്റൊരു ഇക്വേഷൻ ആണ് ഒമേഗ ബൈ ബീറ്റ. ഓക്കെ, ഒമേഗ ബൈ ബീറ്റ എന്നാണ്. സി എന്ന് വെച്ചാൽ എന്താണ്, വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്, 3 × 10⁸. μr നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോൺ മാഗ്നറ്റിക് മീഡിയം ആണെന്ന്. അപ്പൊ μrന്റെ വാല്യൂ എന്താണ്, 1 ആയിട്ടാണ് വരിക. എപ്സിലോൺ ആർ ആണ് കാണുള്ളത്, എപ്സിലോൺ ആർ. ഒമേഗന്റെ വാല്യൂ 10⁸, ബീറ്റന്റെ വാല്യൂ 2. ഓക്കെ, അപ്പൊ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 10⁸ 10⁸ ക്യാൻസൽ ആയി പോയി. ഈ 2 ഇങ്ങോട്ട് വന്നു, റൂട്ട് μr എന്നുള്ളത് മുകളിലോട്ട് വന്നപ്പോൾ റൂട്ട് μr ഈസ് ഈക്വൽ ടു 6 കിട്ടി. സോറി, എപ്സിലോൺ ആർ എന്നുള്ളത് എന്ത് കിട്ടി, 36 എന്നുള്ള വാല്യൂ കിട്ടി. ഓക്കെ, റിലേറ്റീവ് പെർമിറ്റിവിറ്റി നമുക്ക് കിട്ടി. പിന്നെ ചോദിച്ചതാണ് എന്ത്, എച്ച് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എച്ച് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എച്ചിന്റെ ഇക്വേഷൻ എന്ത്, എച്ച് ഇസ് ഈക്വൽ ടു H0 sin ഒമേഗ ടി പ്ലസ് ബീറ്റ സെറ്റ് എന്നാക്കിയിട്ട് എഴുതാം. അപ്പൊ ഈ H0 കണ്ടുപിടിക്കണം. ഓക്കെ, ഈ H0 കണ്ടുപിടിക്കണം. H0 എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് ന്യൂ എന്നുള്ള ഒരു ടേം ഉണ്ട്. ന്യൂ എന്ന് വെച്ചാൽ എന്താണ്, E0/H0 എന്നാണ്. ഓക്കെ, അതാണ് എന്ത്, റൂട്ട് ഓഫ് μ/എപ്സിലോൺ. മ്യൂവിന്റെ വാല്യൂ ആണ് μ0 × μr. എപ്സിലോണിന്റെ വാല്യൂ ആണ് എപ്സിലോൺ × എപ്സിലോൺ ആർ. ഓക്കെ, ഇതിന്റെ വാല്യൂ 1 ആണ്. ബാക്കിയുള്ള ടേം μ0ന്റെ വാല്യൂ അറിയാം, എപ്സിലോൺ നോട്ടിന്റെ വാല്യൂ നമുക്കറിയാം. μr നമ്മൾ തൊട്ട് മുമ്പ് കണ്ടെത്തി. അപ്പൊ എന്ത് കിട്ടും, ന്യൂ എന്നുള്ളതിന്റെ വാല്യൂ എന്ത് കിട്ടും,
62.78 എന്ന് കിട്ടി. ഓക്കെ, 62.78. ഓക്കെ, ന്യൂന്റെ പേര് എന്ത് ചെയ്യുന്നു? ഇൻട്രിൻസിക് ഇംപെഡൻസ് ആണ്. അപ്പൊ H0 ഈക്വൽ ടു കിട്ടി E0/μ എന്നുള്ള വാല്യൂ കിട്ടി. അപ്പം E0ന്റെ വാല്യൂ 50 എന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ H0ന്റെ വാല്യൂ എന്ത് കിട്ടി? 0.796 sin ωt പ്ലസ് ബീറ്റ z പേയ്മെന്റ്. ഓക്കെ, അപ്പൊ ഇതാണ് എച്ചിന്റെ വാല്യൂ. ഓക്കെ ആണല്ലോ. മറ്റൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു പ്രോബ്ലം. ഓക്കെ, ബാക്കി ഒക്കെ ഫേസ് വെലോസിറ്റി, ഗ്രൂപ്പ് വെലോസിറ്റി, പോയിന്റിംഗ് തിയറം, അതേപോലെ പ്ലെയിൻ വേവ് ഈസ് പ്രൊപ്പഗേറ്റഡ് ത്രൂ പോളിസ്റ്റീരിൻ, കാൽക്കുലേറ്റ് ദ ഫേസ് കോൺസ്റ്റന്റ് ബീറ്റ കാണാൻ ആൻഡ് വെലോസിറ്റി ഓഫ് പ്രൊപ്പഗേഷൻ യു കാണാൻ ഓഫ് വേവ് ഇഫ് ദ ഫ്രീക്വൻസി ഈസ് 700 MHz ആൻഡ് എപ്സിലോൺ ആർ ഈസ് ഈക്വൽ ടു 2.56. ഓക്കെ, അപ്പൊ നമുക്ക് തന്നുള്ളത് എഫും എപ്സിലോൺ ആറും ആണ് തന്നിട്ടുള്ളത്. ബീറ്റിംഗ് ആണ് യു ആണ്. യുവിന്റെ ഇക്വേഷൻ ആണെന്ന് സി ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് മ്യൂ ആർ ഇൻറ്റു എപ്സിലോൺ ആർ. ഓക്കെ, അപ്പൊ 3 × 10⁻⁸. മ്യൂ ആർ നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ എന്തൊക്കെ എടുക്കുക? 1 ആക്കി എടുക്കുക. എപ്സിലോൺ ആറിന്റെ വാല്യൂ 2.56 എന്നാണ്. അപ്പൊ എന്ത് കിട്ടി? യുവിന്റെ വാല്യൂ കിട്ടി. ബീറ്റ ഈസ് ഈക്വൽ ടു എന്താണ്? ഒമേഗ ബൈ യു എന്നാണ്. ഒമേഗ തന്നിട്ടില്ല, പക്ഷെ എഫ് തന്നിട്ടുണ്ട്. അപ്പൊ 2π ഡിവൈഡ് ബൈ യു. അപ്പൊ 2π ഇൻറ്റു എഫ് 700 MHz ആണ്, ഡിവൈഡ് ബൈ യു തൊട്ട് മുമ്പ് കിട്ടിയത്. ആ വാല്യൂ ചെയ്തപ്പോൾ ബീറ്റ കിട്ടി. ഓക്കെ, മറ്റൊരു പ്രോബ്ലം. ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ഓഫ് നോൺ മാഗ്നറ്റിക് മീഡിയം ഈസ് ഗിവൺ, കാൽക്കുലേറ്റ് ദ കറസ്പോണ്ടിങ് എച്ച് ഫീൽഡ്. ഓക്കെ, ഒരു ഇ തന്നിട്ടുണ്ട്, എച്ച് കാണാനാണ് ചോദിച്ചത്. അപ്പോ ഈ ഇക്വേഷൻ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. അതേപോലെ മാക്സ്വെല്ലിന്റെ രണ്ടാമത്തെ ഇക്വേഷൻ ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി എന്നുള്ളത്. ഈ ഡോ ബി ബൈ ഡോ ടി ആണ് മൈനസ് മ്യൂ ബൈ ഡോ എച്ച് ബൈ ഡോ ടി എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതിൽ എച്ച് കാണാനാണ് വെച്ചത്. അപ്പൊ ആദ്യം എന്ത് ചെയ്യുക? ഡോ എച്ച് ബൈ ഡോ ടി കാണാം. അപ്പൊ ഡോ എച്ച് ബൈ ഡോ ടി എന്നുള്ള വരും ഇതേ ഡിവൈഡ് ബൈ ഈ ടേം ഡിവൈഡ് ബൈ മ്യൂ എന്ന് വരും. ഓക്കെ, മൈനസും കൂടി ഉണ്ടാകും. അപ്പൊ എച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ ടേമിന് എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ ടേമിന് എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യാൻ ആദ്യം എന്ത് ചെയ്യണം? ഡെൽ ക്രോസ് ഇ കണ്ടുപിടിക്കണം. ഓക്കെ, ഡെൽ ക്രോസ് ഇ കണ്ടെത്തണം. ഡെൽ ക്രോസ് ഇ. ഓക്കെ, ഡെൽ ക്രോസ് ഇ കണ്ടെത്തുക. എന്നിട്ട് എന്ത് ചെയ്യാം? ഈ ടേം ഉണ്ടല്ലോ, ഈ ടേം ഇതാണിപ്പോ ഡെൽ ക്രോസ് ഇ എന്ന് കിട്ടിയിട്ടുള്ളത്. ഇതിനെന്ത് ചെയ്യുക? ഇന്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ടേമിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ 320 കോൺസ്റ്റന്റ് ആയി. കാരണം സൈൻ എന്താകും? കോസ്. ഈ കോസ് എന്താകും? സൈൻ ആകും. അപ്പൊ സൈൻ 8x മൈനസ് 10⁻⁹ എന്ന് വരും. വിത്ത് റെസ്പെക്ട് ടു ടൈം ആയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ 10⁻⁹ എന്നുള്ളത് ഡിവൈഡ് ആയിട്ട് വരും. ഓക്കെ, 400 അവിടെ ഉണ്ടാകും. സൈന് കോസ് ആയിട്ട് മാറും. ഇതും വിത്ത് റെസ്പെക്ട് ടു ടി ആണ് ചെയ്യുന്നത്. അപ്പൊ 10⁻⁹ ആയിട്ട് എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. 1/μ0 എന്നുള്ള ടേം അത് അതേപോലെ തന്നെ കിട്ടും. ഓക്കെ, അപ്പൊ ഇതേക്കാരം എച്ചിന്റെ വാല്യൂ ഉണ്ടാക്കുക. ആ എച്ചിന്റെ μ0ന്റെ വാല്യൂ എന്ത് ചെയ്യുക? ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 8.854 ഇൻറ്റു 10⁻⁻² എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഇത് കണ്ടെത്തുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.